മുഹമ്മദ് നബിയുടെ ലക്ഷ്യം എന്താണ്? മുഹമ്മദ് നബിയുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഇസ്ലാം ഇവിടെ സ്ഥാപിക്കുക എന്നുള്ളതാണല്ലോ ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഇസ്ലാം സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് മുഹമ്മദ് നബി ഒരു ആൾക്ക് കത്തെഴുതാണ്. ഞാൻ ഒരു പ്രവാചകനാണ്, മിസ്റ്റർ മുഹമ്മദ് എന്നാണ് എൻ്റെ പേര്, നിങ്ങൾ ഇസ്ലാമിലേക്ക് വരിക എന്ന് പറഞ്ഞിട്ട് ഒരാൾക്ക് കത്തയക്കുന്നു. അപ്പോൾ ആ കത്തയക്കുന്ന അയാൾക്ക് രണ്ട് ഓപ്ഷനാണ്. ഇല്ല, എനിക്ക് താല്പര്യമില്ല, നിങ്ങൾക്ക് നിങ്ങളുടെ മതം, എനിക്ക് എൻ്റെ മതം എന്നാണല്ലോ, അതുകൊണ്ട് ഞാനത് എടുക്കുന്നില്ല എന്ന് പറയുമ്പോൾ ഓക്കെ ശരി എന്ന് പറഞ്ഞിട്ട് വേണമെങ്കിൽ പോവാം. ഇതാണല്ലോ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇസ്ലാമിൽ ഇന്നിപ്പോൾ നാട്ടുകാർ പറയുന്ന പ്രകാരമുള്ള ഇസ്ലാം ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ സംഭവിക്കേണ്ടത്. സംഭവിച്ചതല്ല. മുഹമ്മദ് നബി എഴുതിയത് ഇല്ലെങ്കിൽ നിങ്ങൾ യുദ്ധത്തിന് തയ്യാറായിക്കോന്നാണ് എഴുതിയിരിക്കുന്നത്. ഇസ്ലാമിൽ ഒരുപാട് യുദ്ധങ്ങൾ വരുന്നുണ്ടല്ലേ. പക്ഷെ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം യുദ്ധത്തെ പ്രേരിപ്പിക്കുന്നില്ല. ഇസ്ലാമിൽ നടന്ന യുദ്ധങ്ങളുടെ ചരിത്രങ്ങളൊക്കെ എടുത്ത് പരിശോധിച്ചാൽ ഇസ്ലാമിനെ ഇല്ലായ്മ ചെയ്യാനായി ശത്രുക്കൾ ആക്രമിക്കാൻ വന്ന ആ അക്രമത്തെ നേരിട്ട യുദ്ധമാണ് ബദർ യുദ്ധം, ഉഹദ് യുദ്ധം. അല്ലാണ്ട് ഇസ്ലാം ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, അള്ളാഹുവിന്റെ റസൂലും സഹാബാക്കളും എന്ത് ചെയ്തിട്ടില്ല, ഒരു ആശയത്തെ ഇല്ലായ്മ ചെയ്യാൻ, ഒരു മതത്തെ ഇല്ലായ്മ ചെയ്യാനായിട്ട്, അതിനെ നശിപ്പിക്കാനായിട്ട് അങ്ങോട്ട് കയറി യുദ്ധം എന്തില്ല, ഒരു യുദ്ധവും അങ്ങനെ നടന്നിട്ടില്ല. ഇതിൽ ഉഹദ് യുദ്ധത്തിന്റെ മുമ്പ് നടക്കുന്ന യുദ്ധമാണ് എന്ത്? ബദർ യുദ്ധം. ബദർ യുദ്ധത്തിൽ നബിയും സഹാബാക്കളും ചുരുങ്ങിയ ആളുകൊണ്ട് ജീവിക്കുന്ന കാലഘട്ടത്ത് ശത്രുക്കൾ ആയിരക്കണക്കിന് ശത്രുക്കളും 313 സഹാബാക്കളുമുള്ള സമയത്താണ് ശത്രുക്കൾ റസൂലുള്ളാഹി സഹാബാക്കളിനെയും മക്കളെ വെച്ച് വധിച്ച് ഇസ്ലാമിനെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു. ആ സമയത്ത് 313 കൊണ്ട് നബിയും സഹാബാക്കളും ആയിരക്കണക്കിന് വരുന്ന ശത്രുക്കളെ പട പൊരുത്തി വിജയിച്ച യുദ്ധമാണ് എന്ത്? ബദർ യുദ്ധം. അങ്ങനെ നേടിയെടുത്ത ഇസ്ലാമിന്റെ ആശയം, പടച്ചറബിന്റെ ഏകത്വം, മുഹമ്മദ് നബിയുടെ അന്ത്യപ്രവാചകം, ഇസ്ലാമിന്റെ തത്വം, അവിടെ നിന്ന് ആരംഭിച്ചതാണ് എന്ത്? ഇസ്ലാമിന്റെ ആശയം. ആ ആശയത്തെ ഇനി ഖിയാമത്ത് നാൾ വരേക്കും അതിന് ഇല്ലായ്മ ചെയ്യാൻ കഴിയില്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് എന്ത്? ബദർ യുദ്ധം.